ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ചാരി ട്രാവൽ വേൾഡ്. നമ്മൾ അടുത്ത ഒരു പരീക്ഷണത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പൊറോട്ടയുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ ലോക്ക്ഡൗണായിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഈ ജ്യൂസിൻ്റെ വിഭവങ്ങൾക്കൊന്നും നമുക്ക് പുറത്തു പോകേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ പറമ്പിലും നമ്മുടെ പ്ലാവിലൊക്കെ കാണപ്പെടുന്ന ചക്കക്കുരു കൊണ്ടാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ചക്കക്കുരുവൊക്കെ എടുത്ത് വെറുതെ കളയാറാണ് പതിവ്, അല്ലെങ്കിൽ ചില വീടുകളിലൊക്കെ ചക്കക്കുരു വെച്ച് പല വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഞങ്ങളിവിടെ ഇപ്പം ചക്കക്കുരുവിൻ്റെ ഒരുപാട് പരീക്ഷണങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. ചക്കക്കുരു വെച്ച് ഒരുപാട് വിഭവങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ചക്കക്കുരുവിൻ്റെ ജ്യൂസ് പരീക്ഷിക്കാൻ പോകുന്നത്. നമ്മൾ ബദാമിൻ്റെ ഷേക്ക് ജ്യൂസ് കുടിക്കുന്ന പോലെ തന്നെ അതിനേക്കാളും നല്ലൊരു ജ്യൂസാണ്, തിക്കായിട്ടുള്ളൊരു ജ്യൂസാണ് ചക്കക്കുരുവിൻ്റെ ജ്യൂസ്. ചക്കക്കുരുവിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്കിപ്പം ക്യാൻസറിനെ ചെറുക്കാൻ വരെ പറ്റിയ നല്ല ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് ചക്കക്കുരു. അപ്പോൾ ചക്കക്കുരു കളയാതെ കുട്ടികൾക്കൊക്കെ ചക്കക്കുരു വെച്ച് കറി ഉണ്ടാക്കിയ കുരു എടുത്ത് മാറ്റി വെക്കുന്നത് കാണാം. അപ്പോൾ കുരു എടുത്ത് മാറ്റി വെക്കാതെ അവർ ആ ചക്കക്കുരു കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ജ്യൂസാക്കി നമുക്ക് ചക്കക്കുരു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ചക്കക്കുരുവിൻ്റെ മിൽക്ക് ഷേക്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ചക്കക്കുരു മിൽക്ക് ഷേക്കിന് നമുക്ക് ആദ്യം വേണ്ടത് ചക്കക്കുരുവാണ്. ഓക്കെ, നമ്മുടെ വീടുകളിൽ ഒക്കെ ധാരാളം ചക്കയൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ചക്കയുള്ള സീസണാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ചക്കക്കുരു എടുക്കുക. ചക്കക്കുരു എടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തെ തൊലി നമുക്ക് കളയാം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ പുറത്തെ തൊലി കളയാമെന്ന്. അപ്പോൾ പുറത്തെ തൊലി ഇതിങ്ങനെ കളയുക. പുറത്തെ തൊലി കളഞ്ഞ ശേഷം നമുക്ക് ഏകദേശം ഇങ്ങനെ ലഭിക്കും. ഇത് നമ്മളിനിയും കുക്കറിലിട്ട് പുഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു കുക്കറിലേക്ക് നമ്മൾ ഇതിട്ടിട്ട് ചക്കക്കുരു അത്രയും തന്നെ വെള്ളം ഒഴിച്ച് ഒരു 6 വിസിലാകുന്ന വരെ നമ്മൾ ഇട്ടിരുന്ന് വേവിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ചക്കക്കുരു നമ്മൾ വേവിക്കാൻ വെച്ചത് 6 വിസിലടിച്ചു. ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വേവിച്ച ചക്കക്കുരുവാണിത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്തെ ബ്രൗൺ കളർ തൊലി കളയാം. തൊലി കളയാത്തതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തൊലി കളഞ്ഞാൽ നമുക്ക് ഇതൊരു വെള്ള കളർ ലഭിക്കും. തൊലി കളഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കളറിന് ചെറിയൊരു വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ. തൊലിക്ക് നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഇപ്പോൾ തൽക്കാലം തൊലി കളയുന്നില്ല. തൊലിയോടിട്ട് നമ്മൾ ഇതിപ്പം മിക്സിയിലിട്ട് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇപ്പം കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ ഒരു 1/2 ലിറ്റർ പാലാണ് ഒഴിക്കാൻ പോകുന്നത്. നമ്മൾ ഫുൾ പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ എല്ലാം കൂടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ അല്പാൽപ്പമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇത് നന്നായി ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഫുൾ പാൽ ഞാൻ ഒഴിച്ചില്ല, കുറച്ച് പാലേ ഒഴിച്ചുള്ളൂ. അപ്പോൾ ഇത്രയും പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ അല്പം പഞ്ചസാരയും കൂടെ ചേർക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്കൊരു 3 സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഈ ചക്കക്കുരു നല്ല തരി പോലും ഇല്ലാത്ത രീതിയിൽ നമുക്കിത് അടിച്ച് കിട്ടണം. ഓക്കെ, നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ചക്കക്കുരു നന്നായി അരഞ്ഞിട്ടുണ്ട്. നമ്മളിന്നിപ്പം ഉണ്ടോ, നന്നായി അരിഞ്ഞിട്ടുണ്ട്. തരി പോലും ഇല്ലാതെ ഇത് അരിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നിങ്ങളുടെ വീട്ടിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ ചേർക്കാം. നമ്മൾ മിൽക്ക് പൗഡർ ചേർക്കുന്നില്ല. മിൽക്ക് പൗഡർ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ഏലക്ക നമുക്ക് ചേർക്കാം. ഇപ്പോൾ വാനില എസൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസും അല്പം ചേർക്കാം. പിന്നെ മുമ്പേ പറഞ്ഞ പോലെ മിൽക്ക് മെയ്ഡോ മിൽക്ക് പൗഡർ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കിട്ടുന്നത്. അതുപോലെ നമുക്ക് ഇനിയും അല്പം തണുത്ത പാലാണ്, ഫ്രീസറിൽ വെച്ച നല്ല കട്ടിയുള്ള പാലാണ് നമുക്ക് ചേർക്കേണ്ടത്. ഇനിയും കട്ടിയുള്ള പാലില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം ഐസ് ക്യൂബ്സ് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ അല്പം ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അല്പം പാലൊഴിച്ച് കൊടുക്കുകയാണ്. തണുത്ത പാലുണ്ടെങ്കിൽ, ഫ്രീസറിൽ വെച്ച പാലുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് അല്പം ഐസ് ക്യൂബ്സ് കൂടെ ചേർക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ചക്കക്കുരു ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിപ്പോൾ 2 ഗ്ലാസ്സിലേക്ക് പകരുകയാണ്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബദാം ഷേക്കിനെ തോൽപ്പിക്കുന്ന ടേസ്റ്റാണ്. ഞാൻ അല്പം ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി ജ്യൂസാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ഇത് കുട്ടികൾക്കും നമുക്ക് എല്ലാവരുടെയും ശരീരത്തിനും ആരോഗ്യത്തിനും
ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ക്യാൻസറിനെ ചെറുക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു ജ്യൂസും കൂടിയാണ്. ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് കടകളിൽ പോയൊന്നും ജ്യൂസ് കുടിക്കാൻ സാധിക്കത്തില്ല. നല്ല ചൂട് സമയമായതുകൊണ്ട് വീട്ടിൽ തീർച്ചയായിട്ടും ചക്കക്കുരു കളയാതെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഷെയ്ക്ക്, ബദാം ഷേക്കിനെ തോൽപ്പിക്കുന്ന കീടിലൻ ഷെയ്ക്കാണ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് കുടിച്ചു നോക്കാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ബദാം ഷേക്കിനെ തോൽപ്പിക്കുന്നതാണ്, വെറുതെ പറയുന്നതല്ല. ഇത് ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ചേരുവകൾ വെച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇനിയും അല്ല പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, എപ്പോഴും പറയുന്ന പോലെ ഇതുവരെ ഈ ചാനൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രചോദനം. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്.